ഹലോ ഫ്രണ്ട്സ്, ഹോട്ട് വീൽസ് പ്രാന്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ അടുത്ത് കുറേ പേര് ഹോട്ട് വീൽസ് അയച്ചു തരുമോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ഹോട്ട് വീൽസ് തരാം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഗിവ് അവേ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ കൂടുതൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഹോട്ട് വീൽസ് തരേണ്ടത്? അപ്പോൾ നിങ്ങളാകെ ചെയ്യേണ്ടത് ഗിവ് അവേ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ആൻസർ കമൻറ്റ് ചെയ്യണം. അയാളുടെ അടുത്ത് ഞാൻ റിപ്ലൈ ചെയ്ത് അഡ്രസ്സ് എൻ്റെ ഇമെയിലിലോട്ട് അയക്കാൻ പറയും. അപ്പം അങ്ങനെ അയച്ചിരുന്നവർക്കായിരിക്കും ഹോട്ട് വീൽസ് അയച്ചു തരുന്നത്. അപ്പം നാട്ടിൽ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പം അതെല്ലാം ഇതുപോലെ അയച്ചു തരും. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കാനഡയിൽ നിന്ന് വരുമ്പോഴും നാട്ടിലോട്ട് കുറേ ഹോട്ട് വീൽസ് കൊണ്ടുവരാം. അങ്ങനെ എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ഹോട്ട് വീൽസ് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗിവ് അവേ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അതിൻ്റെ റൂൾസൊക്കെ ഫോളോ ചെയ്ത് ആൻസർ ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇലക്ട്രിക് വണ്ടികളാണ്. ആദ്യമായിട്ട് ടെസ്ലയുടെ സൈബർ ട്രക്ക്. ഈ വണ്ടി കോൺസെപ്റ്റ് അവർ ഇറക്കിയെങ്കിലും ഇതുവരെ പ്രൊഡക്ഷൻ ഇറങ്ങിയില്ല. അതായത് നമുക്ക് മേടിക്കാൻ പറ്റില്ല, ഇപ്പോഴും ഓർഡർ ചെയ്യാൻ എന്തോ പറ്റുള്ളൂ. ആൾക്കാർക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല ഈ വണ്ടി. ഓക്കെ, എനിക്കിത് ഭാഗ്യവശാൽ 2 കിട്ടിയായിരുന്നു. ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഇത് ഞാൻ കാനഡയിൽ വന്നതിന് മുമ്പ് തന്നെ ഇത് ഇറങ്ങി, അത് കഴിഞ്ഞു. അത് പിന്നെ എനിക്ക് ഭാഗ്യവശാൽ വാൾമാർട്ടിൽ നിന്ന് എന്തോ കിട്ടിയതാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇവനെ അൺബോക്സ് ചെയ്യാം. ബാക്കിൽ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ലുക്കാണ്. എനിക്ക് ആക്ച്വലി ഇത് കണ്ട് എനിക്കിത് ഇഷ്ടമായി ഈ വണ്ടി. ഓക്കെ, പക്ഷേ ഈ കളറ് എന്തോ ഒരു ഫിനിഷിംഗ് ഇല്ല. പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജ് പോലെയാണ് ഇരിക്കുന്നത്. ഫുൾ ബ്ലാക്കാണ്. ഈ ചില്ലിക്കൂടെ ചെറുതായിട്ട് സീറ്റൊക്കെ കാണാം. ഈ കാസ്റ്റിങ്ങിൽ നല്ല വലിയ ടയർ എടുത്തേക്കണ കാരണം നല്ല ഓഫ് റോഡ് ലുക്കുണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ ശരിക്കുള്ള വണ്ടിയിൽ ഇത്രയും വലിയ ടയറൊന്നും അല്ല. ഓക്കെ, പിന്നെ കളറും ഞാൻ പറഞ്ഞില്ല, എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. ശരിക്കുള്ള വണ്ടിയിൽ ഇതുപോലത്തെ കളറാണെങ്കിലും നല്ല ഫിനിഷിങ് ഉണ്ടാവുമായിരിക്കും ഇറങ്ങുമ്പോൾ. ബാക്കിൽ വലിയൊരു ടെയിൽ ലൈറ്റാണ്. ഫ്രണ്ടിലും അതുപോലെ വലിയൊരു സ്ട്രിപ്പാണ് ഹെഡ്ലൈറ്റ്. ഓക്കെ, അടുത്തത് ടെസ്ല മോഡൽ 3. ഇതാണ് ടെസ്ലയുടെ ഏറ്റവും വില കുറഞ്ഞ വണ്ടി. ഇവിടെ ചവർ പോലെ ഉണ്ട്, എപ്പോഴും റോട്ടിൽ കാണാം. ഓക്കെ, നല്ലൊരു ഫുൾ ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ റെഡ് കാണാൻ നല്ല രസമാണ്. ഓക്കെ, അതിൽ ഇവനെ തുറക്കാം. പാനറോമിക് സൺറൂഫാണ്. ഫുൾ ചില്ലാണ് ഇവിടെ. ഫ്രണ്ടിലെ സീറ്റും ബാക്കിലെ സീറ്റും ഒക്കെ കാണാം. നല്ല മെറ്റാലിക് ബ്ലാക്ക് കളറാണ്. ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട് അടിപൊളിയായിട്ട്. ടെസ്ലയുടെ ലോഗോ ഒക്കെ ഉണ്ട്. ഓക്കെ, അടുത്തത് AUDI RS e-tron GT. ഇത് ഞാൻ റോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഈ കളർ തന്നെയാണ് ഞാൻ കണ്ടത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ വണ്ടിക്ക് ഭയങ്കര പവറാണ്. സ്പോർട്സ് കാറിൻ്റെ ഒക്കെ അത്രയും പവറുണ്ട് ഇതിന്. ഓക്കെ, ഇത് ഫുൾ ഇലക്ട്രിക്കാണ്. അപ്പോൾ പിന്നെ അൺബോക്സ് ചെയ്യാം.
കൊള്ളാം. മറ്റേ നേരിട്ട് കാണുന്ന പോലെ തന്നെയാണ്. ഫ്രണ്ടിലൊക്കെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, ബാക്കിലും കിഡു ഡീറ്റെയിൽസ് ആണ്. സൺറൂഫ് ഒന്നുമില്ല. ചില്ലിക്കൂടെ സീറ്റൊക്കെ കാണാം. 4 ഡോറാണത്. ഓക്കെ, സ്റ്റേജിൽ വെച്ച് നോക്കാം. നേരിട്ട് കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റിങ്ങും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിൽ നൈസ് ഡീറ്റെയിൽസ് ആണ്. ഹെഡ്ലൈറ്റൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഓഡിയുടെ ലോഗോ ഒക്കെ ഉണ്ട്. വീൽസും അത്യാവശ്യം ചേരുന്നുണ്ട്. നല്ല മെറ്റാലിക് ഗ്രേ കളറാണ്. ബാക്കാണ് ഏറ്റവും അടിപൊളി. ഫുൾ LED സ്ട്രിപ്പാണ്. പിന്നെ ഓഡി RS e-tron GT എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഗിവ് അവേ ക്വസ്റ്റ്യൻ നമ്പർ 7. ഈ വണ്ടിയുടെ പേരെന്താണ്? നാട്ടിൽ വെച്ച് അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ പഴയ വീഡിയോയിൽ പോയി നോക്കേണ്ടി വരും. ഓക്കെ, ഇതും ഓഡി തന്നെയാണ്. ഇതിൻ്റെ പേരെന്താണ്? അടുത്തത് ടെസ്ല റോഡ്സ്റ്റർ. ഇത് ടെസ്ലയുടെ സ്പോർട്സ് കാറാണ്. ഇവർ 2008 എന്തോ ആദ്യം ഇറക്കി. വളരെ കുറച്ച് വണ്ടികളെ ഇറങ്ങിയുള്ളൂ. ഇനി 2023 അടുത്ത വർഷം രണ്ടാമത് ഇറക്കും അവർ എന്നാണ് പറയണത്. പിന്നെ ഭയങ്കര സ്പീഡായിരിക്കും എന്നാണ് പറയണത്. കണ്ടറിയാം. നല്ലൊരു കളറാണ്. നമുക്ക് പുറത്തോട്ടെടുക്കാം. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ലോഗോവും കാര്യങ്ങളൊക്കെ. ഫുൾ ചില്ലാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ മോഡൽ 3 കണ്ട പോലെ തന്നെ മേളിൽ ഫുൾ ചില്ലാണ്. സ്റ്റേജിൽ വെച്ചപ്പോൾ നല്ല അഗ്രസീവ് ലുക്കാണ്. ഹെഡ്ലൈറ്റിലെ ഡീറ്റെയിൽസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. വീൽസും അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും സ്പോർട്സ് കാറിൻ്റെ ഒക്കെ പോലെ തന്നെ ഉണ്ട്. ബാക്ക് ഇത്തിരി പ്ലെയിൻ ആയി പോയ പോലെ തോന്നുന്നുണ്ട്. എന്നാലും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്തത് ലൂസിഡ് എയർ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് ടെസ്ലയുടെ മോഡൽ എസിൻ്റെ കോമ്പറ്റീഷനാണിത്. ഇവർ ഈ അടുത്താണ് വണ്ടികൾ ഇറക്കി തുടങ്ങിയത്. ഇതിനെപ്പറ്റിയും നല്ല റിവ്യൂ ആണ്. നല്ല പവറാണ്. ടെസ്ലയുടെ മോഡൽ എസിൻ്റെ ഒക്കെ അത്രയും പവറുണ്ട്. ഓക്കെ, എനിക്ക് ഏതായാലും ഇലക്ട്രിക് വണ്ടികൾ വലിയ താല്പര്യമില്ല. എനിക്ക് നല്ല എക്സോസിൻ്റെ സൗണ്ടൊക്കെ കേട്ടാലേ എനിക്ക് സമാധാനം വരുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ പിന്നെ പുറത്തോട്ടെടുക്കാം. ഇത് റോഡ്സ്റ്ററിൽ കണ്ട അതേ കളറാന്ന് തോന്നണു. നോക്കട്ടെ. രണ്ടും ഓൾമോസ്റ്റ് സെയിം കളറാണ്. എനിവേ, ഇതിൻ്റെ മേളിൽ ചില്ല് കുറച്ച് വ്യത്യാസമുണ്ട്. ഒറ്റൊരു ചില്ല് ഇവിടം വരെ വന്നേക്കാണ്, പകുതി വരെ. 4 ഡോറാണ്. ബാക്കിലൊരു ഹാച്ച് ബാക്കിൻ്റെ ഒക്കെ പോലത്തെ ഷേപ്പ്. പക്ഷേ ഈ ഡൈകാസ്റ്റ് മോഡലിൽ ഈ എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നണു. ഓക്കെ, വീൽസും നല്ല രസമുണ്ട്. ഇതിന് നന്നായിട്ട് ചേരുന്നുണ്ട്. സൈഡ് മിറേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാം. വൈറ്റ് കളറിൽ ഇൻറ്റീരിയേഴ്സ് ആയത് കാരണം അകത്തോട്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് റിയൽ ലൈഫിൽ നല്ല നീളമുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. ഏതായാലും കാസ്റ്റിങ്ങിന് നല്ല നീളമുണ്ട്. എൻ്റെ 1-2 വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇറങ്ങുന്ന ഇലക്ട്രിക് വണ്ടികളുടെ എല്ലാം ഡിസൈൻ ഒരേപോലെ ഇരിക്കണു. ഇവിടെ ബാക്കിൽ മറ്റേ ഫുൾ LED സ്ട്രിപ്പും ഫ്രണ്ടിലും ലൈറ്റും എല്ലാം ഏകദേശം നമ്മളിപ്പോൾ കണ്ട വണ്ടികളുടെ എല്ലാം സെയിം ഡിസൈൻ പോലെ തോന്നുന്നു.
ഓക്കെ, എനിവേ ഇനിയും ഹോട്ട് വീൽസിൻ്റെ ഇലക്ട്രിക് വണ്ടികൾ വേറെ ഏതാണ്ടൊക്കെ ഉണ്ട്. എനിക്ക് ടെസ്ലയുടെ മോഡൽ എസും പിന്നെ വേറെ ഏതൊക്കെയോ ഉണ്ട്, അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കിട്ടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സ്റ്റേ ട്യൂൺ ഗൈസ്.